പ്രധാനപ്പെട്ട ഒരു വിവരം. നേരത്തെ നമ്മൾ മിനിസ്റ്ററോട് ചോദിച്ചിരുന്നതാണ്, മിനിസ്റ്റർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ഉറ്റവരെ തേടി ആരും നിലമ്പൂരിലേക്ക് വരേണ്ടതില്ല. പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ വയനാട് മേപ്പാടി ഭാഗത്തുള്ളവരാണെങ്കിൽ നിലമ്പൂരിലുള്ള മൃതശരീരങ്ങൾ മേപ്പാടിയിലെത്തിക്കും. 38 ആംബുലൻസുകളിൽ ഫ്രീസർ സംവിധാനത്തിൽ ഈ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കും. നേരത്തെ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ നിലമ്പൂരിലേക്ക് മേപ്പാടിയിലുള്ള മനുഷ്യർ വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ചാലിയാർ പുഴയിലൂടെ വന്ന 38 മൃതദേഹങ്ങളാണ് ഇപ്പോൾ മേപ്പാടിയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് മേപ്പാടിയിലുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യേണ്ടതില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ബ്രേക്കിംഗ് വാർത്തയെ തന്നെ പ്രേക്ഷകർക്ക് കൊടുക്കാം. നേരത്തെ തന്നെ ധാരാളം ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് മേപ്പാടിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കണം, നിലമ്പൂരിൽ പോയി ബോഡി തിരിച്ചറിയുക അസാധ്യമാണ്. അതുകൊണ്ട് മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിരുന്നു. ചെറിയ ബുദ്ധിമുട്ടുകൾ ആദ്യം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മിനിസ്റ്റർ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. കെ രാജൻ മിനിസ്റ്റർ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ മേപ്പാടിയിലേക്ക് നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ 38 ഫ്രീസറുകളിൽ 38 ആംബുലൻസുകളിൽ ഇന്ന് ഉച്ചയോടുകൂടി എത്തിക്കും. അതുകൊണ്ട് ആരും ഇനി നിലമ്പൂരിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾ തൽക്കാലം മേപ്പാടിയിൽ തന്നെ തുടരുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അതിലുണ്ടാവാതിരിക്കട്ടെ. അവർ ഏതെങ്കിലും ക്യാമ്പിൽ ഇപ്പോൾ വളരെ പരിക്കുകളുണ്ടെങ്കിലും പരിക്കുകളില്ലാതെയും കഴിയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം. പക്ഷേ അപ്പോഴും 38 പേർ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾ ഒരു കാരണവശാലും ഇനി നിലമ്പൂരിലേക്ക് പോകേണ്ടതില്ല. മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് പിയുടെ അറിയിപ്പാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നമുക്ക് വാർത്തയിലും ടിക്കറിലും അത് നിർത്തുക കൂടി ചെയ്യാം. ഏറെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഇത് ആവശ്യപ്പെട്ടിരുന്നു. നിലമ്പൂരിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഭരണകൂടം കേട്ടിരിക്കുന്നു. നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിക്കും. ഈ ദൃശ്യങ്ങൾ നമുക്ക് ഒരു വാഹനം പൂർണ്ണമായും തകർന്നു കിടക്കുന്നു അല്ലേ? നോക്കൂ, ആ ദൃശ്യങ്ങൾ. ഒരു വാഹനം പൂർണ്ണമായി തകർന്നു കിടക്കുന്നു. ആ വീട് കണ്ടെത്താനാവാത്ത വിധം തകർന്നു പോയിരിക്കുന്നു. വലിയ മരങ്ങൾ, വലിയ പാറക്കഷണങ്ങളൊക്കെ വന്നാണ് അതിനെ മൂടിയിരിക്കുന്നത്. ഈ കാണുന്ന കാഴ്ചകൾ ഒരുപക്ഷേ മുണ്ടക്കയിൽ നിന്നുള്ള കാഴ്ചകളാണോ അതോ വെള്ളാർമലയിൽ നിന്ന്? ഇത് മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ കൂടിയാണ്. വെള്ളാർമല, ചൂരൽമല ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു കാറ് കാണാം, പൂർണ്ണമായും തകർന്നു കിടക്കുന്ന വീടുകൾ കാണാം. ഇതിനടിയിലൊക്കെ മനുഷ്യരുണ്ടോ എന്നതാണ് ഇനി തിരയേണ്ടത്. അവിടെ ഉപകരണങ്ങൾ എത്തണം. ഹിറ്റാച്ചി പോലുള്ള മെഷീനുകൾ എത്തിയാലേ വേഗം നമുക്കിതൊക്കെ മാറ്റാൻ കഴിയൂ. മനുഷ്യസാധ്യമായതെല്ലാം ഇന്നലെ ചെയ്തു. പക്ഷേ ആ JCBയും ഹിറ്റാച്ചിയും എത്തി വേണം ഇതിനുള്ളിലുള്ള ഭാഗങ്ങൾ മാറ്റാൻ. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തുടരുകയാണ്. ഇപ്പോൾ ഇത് ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് എന്ന് തോന്നുന്നു. ഈ ദൃശ്യങ്ങൾ വലിയ മരം മാറ്റുന്നുണ്ട്. അതിനുള്ളിൽ ഇല്ല. ഇത് മുണ്ടക്കയിലെ ദൃശ്യങ്ങൾ തന്നെയാണ്. മുണ്ടക്കയിലെ സുദേവിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങൾ തന്നെയാണ്. ചെളി പുരണ്ട് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ഒരു ബൈക്ക് നീക്കം ചെയ്യുകയാണ്. സുദേവൻ്റെ കുടുംബം ഒരുപക്ഷെ ഉപയോഗിച്ചിരുന്നൊരു ബൈക്കാവാം. ആ ബൈക്കിൽ ചെളിയും മരത്തിൻ്റെ കഷ്ണങ്ങളും ഒക്കെ വന്നടിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ സ്കൂട്ടിയോ മറ്റോ ആണ്. അത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സ്ലാബ് മാറ്റിയാൽ മാത്രമേ അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയൂ. ആ വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, സാധനങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന അവയവങ്ങൾ പോലെയാണ് ഉപകരണങ്ങൾ. അതെല്ലാം ഇപ്പോൾ നീക്കം ചെയ്യുന്ന അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. മുബഷീറിലേക്ക് പോകുന്നു. മുബഷീർ അവരുപയോഗിച്ചിരുന്ന സ്കൂട്ടർ നീക്കം ചെയ്തു. ഇപ്പോഴും സ്ലാബ് പൊളിച്ചു വേണം ഉള്ളിലേക്ക് പോകാൻ. ഇപ്പോൾ ആ തടിക്കഷണം എല്ലാവരും കൂടി ഒരുമിച്ച് വലിച്ചു നീക്കുകയാണ്. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മനുഷ്യരാണിപ്പോൾ അത് ചെയ്യുന്നത്. മെഷീനുകൾ വളരെ കുറച്ചേ ഉള്ളൂ. മെഷീനുകൾ എത്തിക്കാൻ വേണ്ടി ബെയിലി പാലം നിർമ്മിച്ചാൽ മാത്രമേ അവിടേക്ക് കൂടുതൽ മെഷീനുകൾ എത്തിക്കാൻ സാധിക്കൂ. മുബഷീർ, കാഴ്ചകളൊന്നും വിശദീകരിക്കാമോ? ഇപ്പോഴും ആ കോൺക്രീറ്റ് പൊട്ടിച്ച് തീർന്നിട്ടില്ല, ആ സ്ലാബ് നീക്കം ചെയ്ത് തീർന്നിട്ടില്ല. എല്ലാവരും മനുഷ്യാധ്വാനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അല്ലേ മുബഷീർ? തീർച്ചയായും അരുൺകുമാർ, ഇപ്പോഴും ഇത് പൂർണ്ണമായും പൊട്ടിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു പ്രവൃത്തി അവർ തുടരുകയാണ്. ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ മേഖലയിലേക്ക് ആവശ്യമാണ്. കൂടുതൽ ഹിറ്റാച്ചുകൾ, JCBകളൊക്കെ തന്നെ എത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി സജീവമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനെ ആ മേഖലയിൽ പാലം സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഭാഗം പൂർണ്ണമായും ഇഷ്ടിക കൊണ്ട്, മനുഷ്യന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമുള്ള പ്രവൃത്തിയിലൂടെ അടർത്തി മാറ്റുന്നുണ്ട്, അവർ പൊളിച്ചു മാറ്റുന്നുണ്ട്. എങ്കിലും അതിന് താഴെയുള്ള ആ ഒരു കമ്പിയൊന്നും അതിന് അടർന്നു വീഴുന്നില്ല. ആ കമ്പി കൂടെ പൊളിഞ്ഞാൽ മാത്രമേ അതിന് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ അതിനകത്ത് ആരാണ് അകപ്പെട്ടിരിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താൻ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. നിലവിലെ വിവരം അനുസരിച്ച് 3 പേരാണ് ഈ ഒരു വീടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നത്. സുദേവന്റെ വീട് തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ബന്ധു തന്നെ നമ്മളോട് പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന വാഹനമാണ് ഇവിടെയുള്ള ദൗത്യ സംഘം കയറ് വലിച്ചുകൊണ്ട് നീക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള സോഫ, അലമാര ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവയൊക്കെ തന്നെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ മണ്ണും ചെളിയും കല്ലും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളൊക്കെ തന്നെ വന്ന് അടിഞ്ഞത് മൂലം ഈ ഒരു വസ്തുക്കളൊക്കെ തന്നെ മാറ്റുന്നത്
വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. അത് ഒറ്റ തവണ ശ്രമിക്കുന്നതിലൂടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കേവലം മനുഷ്യന്റെ അധ്വാനത്തിലൂടെ മാത്രമുള്ള രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ. മുബഷീർ, ചില ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ കൂടി നമുക്ക് ചില മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അവർ പറയുന്നത് ആ സ്ലാബ് പൂർണ്ണമായും മുഴുവനും പൊട്ടിക്കരുത്, മുകളിൽ ധാരാളം മനുഷ്യർ നിൽക്കുന്നു, അതും അപകടത്തിനിടയാക്കും എന്നുകൂടി പറയുന്നുണ്ട്. അത് കൃത്യമായും അത് നോക്കിയായിരിക്കുമല്ലോ അവർ അത് ചെയ്യുക. തീർച്ചയായും അരുൺകുമാർ, താഴ്ഭാഗത്ത് ചില ആളുകളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായും താഴേക്ക് ഉഴുന്നു പോകുന്നൊരവസ്ഥയുള്ളത് കൊണ്ടാണ് ആ കോൺക്രീറ്റിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. സ്വാഭാവികമായി ആ ഒരു മേഖലയിലേക്ക് ഇത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി എത്തുമ്പോൾ അവർ അവിടെ നിന്ന് ഇറക്കും എന്നുള്ളതാണ്. അതൊക്കെ തന്നെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്, കൃത്യമായി പരിശീലനം ലഭിച്ചവരാണ്. സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പ്രവർത്തനം നടക്കുന്നത്. എങ്കിലും അരുൺകുമാർ, നേരത്തെ ഇവിടെയുള്ള കരസേന ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ഘട്ടത്തിൽ അവർ പറയുന്നത് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ നമുക്കിത് കാര്യക്ഷമമായി നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിരവധി വീടുകളിൽ ഇവിടെയുള്ള 10,00,000 വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരമുണ്ട്. നമ്മളോട് ഉൾപ്പെടെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അവരൊക്കെ തന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിൽ നമുക്കറിയാം ഏറെ ദൗർഭാഗ്യകരമായി ജീവൻ നഷ്ടപ്പെട്ട മൃതദേഹങ്ങൾ ഉൾപ്പെടെ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അതൊക്കെ തന്നെ പുറത്തെടുക്കണമെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കണം. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് മാത്രമുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ഈ ഒരു നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കരസേന ഉദ്യോഗസ്ഥരുണ്ട്, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. നിലവിൽ ഒരു സുദേവന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് പാളികൾ പൊളിച്ചു നീക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ നല്ല ബലമുള്ള പവർഫുൾ ആയിട്ടുള്ള കമ്പികളുണ്ട്. അതും തകർത്താൽ മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കൂ. ആ വീട് ഇരുന്നു പോയതാണോ? അതല്ല, എനിക്ക് തോന്നുന്നു ആ മലവെള്ളത്തിൽ വന്ന് ആ മണ്ണും ചെളിയും ആ വീടിന്റെ ഒരു നില പൂർണ്ണമായും മൂടിയിരിക്കുന്നു അല്ലേ? ശക്തമായ മണ്ണൊലിപ്പ്, വെള്ളത്തോടൊപ്പം ഉണ്ടായ മണ്ണൊലിപ്പിൽ, മണ്ണിടിച്ചിലിൽ അത് ഈ ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് അടർന്നു വീഴുന്ന അത് മണ്ണിലേക്ക് പൂർണ്ണമായും ഇരുന്നു പോയ ഒരു സാഹചര്യം. രാവിലെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച അത്രത്തോളം സങ്കടകരമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുന്നത് പോലും അത്രത്തോളം പ്രയാസപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. അരുൺകുമാർ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിടിച്ചിലിൽ കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായും താഴേക്ക് അടർന്ന് വീഴുന്നു. അത് മണ്ണിലേക്ക് ചേർന്ന് ഇരുന്നു പോകുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഒരു കാഴ്ചയായിരുന്നു. സുദേവന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് നിലവിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ ചെളിയൊക്കെ തന്നെ ഇവിടെ അടിച്ചുകൂടിയിട്ടുണ്ട് അരുൺകുമാർ. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മരക്കഷ്ണങ്ങളുണ്ട്, വലിയ കല്ലുകളുണ്ട്. ഇതിൽ നേരത്തെ ഈ ഒരു ഭാഗത്തുകൂടെ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ച സമയത്ത് ഇവിടെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു കിണറൊക്കെ തന്നെ എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ഭീഷണിയുള്ള രക്ഷാദൗത്യ സംഘം നേരിടുന്നുണ്ട്. ടി വി പ്രസാദ് ഉണ്ടെങ്കിൽ നമുക്ക് ടി വി പ്രസാദിനോട് മുബഷീറിനോട് ഒരു കാര്യം കൂടി ചോദിക്കാവുന്നതാണ്. മുബഷീർ ആലോചിക്കാവുന്നതാണ്. ആ ഭാഗം ഒരു ചെറിയ ഒരു ജംഗ്ഷനായിരുന്നു, കടകളുണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് കൊച്ചു കൊച്ചു വീടുകളുണ്ടായിരുന്നു എന്നാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം 100ഓളം വീടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. 100 വീടുകൾ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നാണ് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ആ പഞ്ചായത്തിലുള്ളത് വില്ലേജ് ഓഫീസർ പറയുന്നത് പ്രകാരം, പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പ്രകാരം 30 വീടുകൾ മാത്രമാണ്. 100 വീടുകൾ ഉണ്ടായിരുന്ന മുണ്ടക്കയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് കേവലം 30 വീടുകൾ മാത്രമാണെന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഞ്ചായത്ത് രജിസ്റ്റർ പ്രകാരം 100 വീടുകൾ ഉണ്ടായിരുന്നു. മുബഷീർ, ടി വി പ്രസാദ്, അവിടെ ആ 100 വീടിൽ ഒരു വീടായിരുന്നു സുദേവൻ്റേത്. ഇതേപോലുള്ള 70 വീടുകളാണ് തകർന്നു പോയിരിക്കുന്നത്. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? ഉറപ്പായും അരുൺ, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് മാത്രം, അതായത് നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് മാത്രം ഏതാണ്ട് ഒരു 10-ലധികം വീടുകൾ ഈ പ്രദേശത്ത് തന്നെ താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആ കരസേന ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സ്റ്റെയർ കേസ് കാണാം. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നാണ് നേരത്തെ ഇവിടെ താമസിച്ച മഹേഷ് പറഞ്ഞത്. അതായത് ഇതിനടിയിൽ ഒരു വീടുണ്ട്, ഇതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള യന്ത്രസാമഗ്രികൾ വരാതെ ഒന്നിനും കഴിയില്ല. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത്രത്തോളമെങ്കിലും സ്ലാബ് ഇവർക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റിയത്. ഇതൊരു കട്ടർ ഉപയോഗിച്ചായിരുന്നെങ്കിൽ, ഗ്യാസ് കട്ടറോ കോൺക്രീറ്റ് കട്ടറോ ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് കരസേന ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അരുൺ നേരത്തെ മുബഷീറിനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എനിക്ക് ഈ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ക്ലിയർ ആയി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. നേരത്തെ അരുൺ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സ്ലാബ് അടർന്നു വീണതാണോ അതല്ല മണ്ണിലേക്ക് പൊട്ടിയതാണോ എന്നുള്ളത്. നമുക്കതിന്റെ മറുപടി ഇങ്ങനെ നിന്ന് പറയാം. അതായത് ഈ ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടലായി
പടിപടിയായി ഒലിച്ചു വന്ന സമയത്ത് കല്ലും മണ്ണും ചെളിയും വെള്ളവും ചേർന്ന് മരക്കഷ്ണങ്ങളും ചേർന്ന് കുത്തിയൊലിച്ച് വലിയൊരു മൺതിട്ടയായി ചെളിക്കൂന രൂപപ്പെടുകയാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാം അങ്ങനെ ഒഴുകി വന്ന മരമാണ് ആ വീട്ടിന്റെ സ്ലാബിനകത്തേക്ക് കയറി കിടക്കുന്നത്. ആ മരം വലിച്ചു നീക്കാനാണ് നേരത്തെ ഇവിടെ 50ഓളം പേർ കയറ് കെട്ടി ശ്രമിച്ചത്, പരാജയപ്പെട്ടത്. അതായത് ഒഴുകി വന്ന മരം അതിനകത്തേക്ക് കയറുകയായിരുന്നു. ചുരുക്കത്തിൽ ഇത് കുറച്ചും കൂടി താഴ്ന്ന പ്രദേശമായിരുന്നു. ചെളിയും കല്ലും നിറഞ്ഞ് മുകളിലേക്ക് ഉയരുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സ്വാഭാവികമായി അതിലേക്ക് വീട് നിലംപൊത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ കല്ലും ചെളിയും മണ്ണും നിറഞ്ഞ് ഈ വീട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ആരും പറയുന്നുണ്ടായിരുന്നത് സോഫയായിരുന്നു എന്നുള്ളത്. സോഫ തന്നെയായിരുന്നു. അതിൻ്റെ അപ്പുറം ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. വീട്ടിലെ കസേരകൾ കാണാം, നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തുണികൾ കാണാം, ബെഡ് കാണാം, അതുപോലെ മേൽക്കൂരയിൽ ആറിയിട്ട വസ്ത്രങ്ങൾ കാണാം. ഇതെല്ലാം സുദേവന്റെ വീട്ടിലെ സാമഗ്രികളായിരുന്നു. ആ വീടിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തകർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗത്തെ ഒരു ഗ്യാപ്പ് വേണമല്ലോ അകത്തേക്ക് ഇറങ്ങണമെങ്കിൽ. ആ ഒരു ഗ്യാപ്പ് തേടിയിട്ടാണ് അവരിപ്പോൾ ആ ഭാഗം പൊളിച്ചു നീക്കുന്നത്. വലിയ ശക്തിയാണ്. എന്നുവെച്ചാൽ മെയിൻ സ്ലാബാണ്, നല്ല വണ്ണമുണ്ട്, നല്ല ഉറപ്പുണ്ട്. ഈ കോൺക്രീറ്റ് പൊളിച്ചാൽ മാത്രം പോരാ, അതിനുള്ളിൽ അടുക്കടുക്കായി കെട്ടിവെച്ച കമ്പികൾ കൂടി നീക്കം ചെയ്യേണ്ടതുണ്ട് അകത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അതിൻ്റെ ഒരു ശ്രമകരമായ ദൗത്യമാണ്. സങ്കടകരമായ കാഴ്ച തന്നെയാണ് അരുൺ. ഒരുപക്ഷെ ആ പാലം ഒഴിച്ചു പോയിരുന്നില്ലായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു JCB എങ്കിലും എത്തിക്കാമായിരുന്നു ഈ പ്രദേശം.